35 വയസ്സുകാരൻ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. ഇന്ന് രാവിലെയും പ്രവാസ ലോകത്ത് നിന്ന് കേൾക്കേണ്ടി വന്ന വാർത്തയാണ്. ഇത് വളരെ വിരളമായി കേൾക്കുന്നതല്ല. കൂടെ പ്രവാസ ലോകത്ത് നിന്ന് ചെറുപ്പക്കാർ, നല്ല ആരോഗ്യമുള്ള ആളുകൾ ഇങ്ങനെ മരണമടയുന്ന വാർത്ത കേൾക്കേണ്ടി വരുന്നു. ഒരു പരിധിവരെ ഇത്തരം ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിൽ നമുക്കും ചെറിയ പങ്കില്ല. അവർ കേൾക്കാൻ പഴയ കാലം പോലെ നമുക്ക് സമയമില്ല. അവർക്ക് നമ്മോട് തുറന്നു പറയാനുള്ള സാഹചര്യം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കുന്നില്ല. പ്രവാസ ലോകത്ത് കഴിയുന്ന ധാരാളം പേർ തങ്ങളുടെ ഭാരം ഇറക്കി വെക്കാൻ നല്ല ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് തോളു ചായാൻ നല്ലൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ സന്തോഷത്തിനും സന്താപത്തിനും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും സുഭിക്ഷതയ്ക്കും ഞെരുക്കത്തിനും സ്ഥിരതയ്ക്കും അസ്ഥിരതയ്ക്കും ഇടയിലാണ്. മാറിമറിയുന്ന ഈ ജീവിത സാഹചര്യങ്ങളെ കൃത്യമായി കേൾക്കാനും പറയാനും ചിലപ്പോഴെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനും കഴിഞ്ഞെങ്കിൽ കൂടുതലായി ഒന്നും അന്വേഷിക്കേണ്ട. എന്തൊക്കെയുണ്ട് വർത്തമാനം, സുഖമല്ലേ എന്നെങ്കിലും അന്വേഷിക്കാൻ ദിവസത്തിൽ ചുരുങ്ങിയ സമയം കണ്ടെത്തിയാൽ ഒരു പരിധിവരെ അവർക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കൂലേ. മറക്കരുത്, ദുആ കൂടെ വേണം. അതിലുപരി അവരുടെ ആത്മാർത്ഥമായ അവരോടുള്ള കണക്ഷനും കമ്മ്യൂണിക്കേഷനും ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.